നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇപ്പോൾ വിമാനങ്ങൾക്ക് നേരെയുള്ള അപകടങ്ങൾ അല്ലെങ്കിൽ അപകട സൂചനകൾ നൽകിക്കൊണ്ടുള്ള പല സാങ്കേതിക തകരാറുകൾ സംഭവിക്കുമ്പോൾ ഏറെ ആശങ്കയോടും ഭയത്തോടു കൂടിയാണ് നമ്മളെല്ലാവരും അത് നോക്കിക്കാണുന്നത്. കാരണം അഹമ്മദാബാദിലുണ്ടായ അപകടത്തിൻ്റെ ആ ഒരു വേദന ഇപ്പോഴും നമുക്കാർക്കും വിട്ടുമാറിയിട്ടില്ല എന്നുള്ളതാണ്. ഇന്ന് അഹമ്മദാബാദ് വിമാനാപകടത്തിൽ മരിച്ച രഞ്ജിതയുടെ മൃതദേഹം ഇന്ന് നാട്ടിലേക്ക് എത്തിച്ചിട്ടുണ്ട്. മന്ത്രിമാരും അതുപോലെ തന്നെ വിവിധ പാർട്ടിയിൽ നിന്നുള്ള നേതാക്കളടക്കം അവിടെ എത്തി അന്തിമോപചാരം അർപ്പിച്ചിട്ടുണ്ട്. അവിടെ ഇന്ന് സംസ്കാര ചടങ്ങുകളൊക്കെ തന്നെ നടക്കും. ഇതിനിടയിൽ തന്നെ എയർ ഇന്ത്യ വിമാനങ്ങൾക്കെതിരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ പല കോണുകളിൽ നിന്നും ഉയർന്നു കേൾക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പല വിമാനങ്ങളും ഈ ഒരു അപകടം നടന്നതിന് ശേഷം തന്നെ പലപ്പോഴും ചില സാങ്കേതിക തകരാറുകൾ മൂലം പലയിടത്തും അടിയന്തരമായി ലാൻഡ് ചെയ്യുകയും പറക്കാൻ തുടങ്ങുന്നതിന് മുൻപ് തന്നെ ഇത് കണ്ട് വിമാനം റദ്ദാക്കുകയൊക്കെ തന്നെ ചെയ്ത സംഭവങ്ങൾ അടിക്കടി ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ ആകാശപാത ഏറ്റവും സുരക്ഷിതമാക്കാനും നമുക്ക് പോകുന്ന ആകാശയാത്ര ജനങ്ങൾക്കും യാത്രക്കാർക്കും ഒരുപോലെ സുരക്ഷിതമാക്കാനുള്ള എല്ലാ നീക്കങ്ങളും ഉണ്ടാകുമെന്നുള്ള ഉറപ്പും അധികൃതർ നൽകിയിട്ടുണ്ട്. പക്ഷേ ഈ ഒരു സാഹചര്യത്തിൽ നമ്മുടെ തിരുവനന്തപുരം വിമാനത്താവളത്തിലടക്കം ഏറ്റവും കൂടുതൽ ഉയർന്നു കേൾക്കുന്ന ഒരു ഭീഷണി അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഉയർന്നു കേൾക്കുന്ന ഒരു ആശങ്ക എന്ന് പറയുന്നത് അവിടെ പക്ഷിക്കൂട്ടം, അതാണ് ഒരു ഭീഷണിയായിട്ട് ഉയർന്നു കേൾക്കുന്നത്. ഈ തലസ്ഥാനത്തെ വ്യോമപാതയിലെ വിമാനങ്ങൾക്ക് ഗുരുതരമായിട്ടുള്ള ഭീഷണിയായിട്ടാണ് ഈ ഒരു പക്ഷിക്കൂട്ടം അവിടെ നിലനിൽക്കുന്നത്. സർക്കാരും നഗരസഭയും കിണഞ്ഞു പരിശ്രമിച്ചിട്ടും പക്ഷിശല്യം ഒഴിവാക്കാനായിട്ട് സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഒരു പരാതി. കഴിഞ്ഞ ദിവസം എയർ ഇന്ത്യയുടെ ഡൽഹി വിമാനത്തിന് ലാൻഡിങ്ങിനിടെ പക്ഷിയിടിയെ തുടർന്ന് സാരമായ തകരാറുണ്ടായതാണ് ഏറ്റവും ഒടുവിലത്തെ സംഭവം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. വിമാനത്താവള പരിസരത്തെ അനധികൃത മാലിന്യ ശേഖരമാണ് ഇത്തരത്തിൽ പക്ഷിശല്യത്തിന് കാരണമെന്നാണ് പറയപ്പെടുന്നത്. പക്ഷിയുമായി കൂട്ടിയിടിച്ചാൽ അപകടമായാണ് കണക്കാക്കുക. കാരണം എഞ്ചിൻ പ്രവർത്തനരഹിതമാകും. ഇവിടെ അഹമ്മദാബാദ് വിമാന അപകടം ഉണ്ടായപ്പോഴും ഈ ഒരു സാധ്യത, ഇത്തരത്തിൽ പക്ഷി ഇടിച്ചാണോ ഇത്തരത്തിലൊരു അപകടം ഉണ്ടായത് എന്നുള്ളൊരു സാധ്യത മുൻപോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഇത്തരത്തിൽ പക്ഷി ഇടിക്കുന്ന സമയത്ത് തീ പിടിക്കാനുള്ള, എഞ്ചിൻ തകരാറിലായിട്ട് തീ പിടിക്കാനുള്ള സാധ്യതയുണ്ട്. അത് വലിയൊരു അപകടത്തിലേക്ക് വഴിവെക്കുന്ന ഒരു കാര്യം കൂടിയാണ്. കേന്ദ്ര വ്യോമയാന ഏജൻസികളുടേതടക്കം അന്വേഷണങ്ങൾ ഉണ്ടാകും. പക്ഷിയിടിയുടെ അപകടാവസ്ഥ വിശദമാക്കി എയർപോർട്ട് അതോറിറ്റി സർക്കാരിനും കത്തും നൽകിയിട്ടുണ്ട്. വിമാനത്താവള നടത്തിപ്പുകാരായ അദാനിയുടെ 1 കോടി രൂപ സഹായത്തോടെ പുതിയ മാലിന്യ സംസ്കരണ പ്ലാന്റിനായി കോർപ്പറേഷൻ പദ്ധതി ഇട്ടിരുന്നെങ്കിലും അനുമതി കിട്ടിയില്ല. തെക്ക് കിഴക്കായി വലിയതുറ ബീച്ചിൽ മത്സ്യബന്ധനം, പടിഞ്ഞാറ് ഭാഗത്ത് കുമരിച്ചന്ത മത്സ്യമാംസ മാർക്കറ്റ്, റൺവേക്ക് 1 മതിലിനപ്പുറം അറവുശാലകളും മാംസമാലിന്യ കൂമ്പാരവും, 2 കിലോമീറ്റർ അടുത്ത് FCI ഗോഡൌൺ. ഇതാണ് പക്ഷികളെ ആകർഷിക്കുന്നത്. ഇറച്ചി മാലിന്യം ശേഖരിക്കാൻ നഗരസഭ നിയോഗിച്ച ഏജൻസിക്ക് കിലോഗ്രാമിന് 3 രൂപ വീതം നൽകണം. ഒരു അറവുശാലയിൽ പ്രതിദിനം 80 കിലോ മാലിന്യം ഉണ്ടാവും. ഇതിനുള്ള ചെലവായ 6 ലക്ഷം രൂപ 7 മാസമായി അദാനി ഗ്രൂപ്പാണ് നൽകുന്നത്. 2021 10,000 വിമാന നീക്കങ്ങൾ ഉണ്ടാകുമ്പോഴുള്ള പക്ഷിയിടി നിരക്ക് 11.11 ആയിരുന്നു. ദേശീയതലത്തിൽ 4.26 മാത്രമാണ്. മാലിന്യ നീക്കം കാര്യക്ഷമമായതോടെ പക്ഷിശല്യത്തിൽ കുറവുണ്ടായി. പക്ഷികളെ വെടി ശബ്ദം കേൾപ്പിച്ചും പടക്കം പൊട്ടിച്ചും തുരത്താൻ വിമാനത്താവളത്തിൽ 22 ജീവനക്കാരെയും നിയോഗിച്ചിട്ടുണ്ട്. കേന്ദ്ര സർക്കാർ കണക്ക് പ്രകാരം തിരുവനന്തപുരത്ത് 2018 മുതൽ 2024 വരെ പക്ഷിയുമായി കൂട്ടിയിടിച്ചത് 119 വിമാനങ്ങളാണ്. പൈലറ്റുമാർ റിപ്പോർട്ട് ചെയ്ത പക്ഷിയിടി കേസുകൾ 239 ആണെന്നാണ് എയർപോർട്ട് അതോറിറ്റിയുടെ കണക്കുകൾ. വിമാനങ്ങളുടെ പാതയിൽ കാണുന്ന പക്ഷികളും നാട്ടുകാർ പറത്തുന്ന പട്ടങ്ങളും തിരുവനന്തപുരം വിമാനത്താവളത്തിൽ അടിക്കടി പ്രശ്നമാകുന്നതും റിപ്പോർട്ട് ചെയ്യപ്പെടാറുണ്ട്. ജില്ലാ ഭരണകൂടം നിരോധനം ഏർപ്പെടുത്തിയിട്ടും ഇപ്പോഴും അവിടെ പട്ടം പറത്തൽ വിമാനത്താവളത്തിൽ അപകട സാഹചര്യം കൂടുതലായിട്ട് ഉണ്ടാക്കുന്നുണ്ട്. മുൻപും ഇത്തരത്തിൽ റൺവേക്ക് മുകളിൽ 200 അടിയോളം ഉയരത്തിൽ പട്ടം പറന്നത് കാരണം ഇറങ്ങാനെത്തിയ 4 വിമാനങ്ങൾ വഴിതിരിച്ചിട്ട് വിട്ട സംഭവവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പുറപ്പെടേണ്ടിയിരുന്ന 2 വിമാനങ്ങളെ പാർക്കിംഗ് ഏരിയയിൽ പിടിച്ചിടുകയും ചെയ്തിട്ടുണ്ട്. റൺവേക്ക് മുകളിൽ അപകടകരമായ സാഹചര്യത്തിൽ പട്ടം പറത്തിയ സംഭവത്തിൽ എയർ ട്രാഫിക് കൺട്രോൾ അധികൃതർ ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ അധികൃതർക്ക് റിപ്പോർട്ട് നൽകിയിരുന്നു. പട്ടം പറത്തിയയാളെ തേടി വലിയതുറ പോലീസ് അന്വേഷണം നടത്തിയെങ്കിലും അന്ന് കണ്ടെത്താനും സാധിച്ചില്ല. തുടർന്ന് പോലീസ് കേസ് എടുത്തിട്ടില്ല. 4 വർഷം മുമ്പ് മാലിദ്വീപിൽ നിന്ന് തിരുവനന്തപുരത്ത് ഇറങ്ങാനെത്തിയ വിമാനത്തിന്റെ ഇടതുഭാഗത്തെ എഞ്ചിനിൽ പട്ടത്തിന് നൂൽ കുരുങ്ങിയ സംഭവവും ഉണ്ടായിരുന്നു. തുടർന്ന് പോലീസും വിമാനത്താവള അധികൃതരും തിരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്തിയിരുന്നില്ല. വിമാനത്താവളത്തിന്റെ 10 കിലോമീറ്റർ പരിധിയിൽ പട്ടം പറത്തരുതെന്ന് ചട്ടം നിലനിൽക്കുന്നുണ്ട്. ഇത് സംബന്ധിച്ച് ജില്ലാ ഭരണകൂടം പട്ടം പറത്തൽ നിരോധിച്ചു
നിർദ്ദേശിച്ചുകൊണ്ട് ഉത്തരവും ഇറക്കിയിരുന്നു. എന്നാൽ നിയമത്തെ കാറ്റിൽ പറത്തി ഇപ്പോഴും വിമാനപാതയിൽ പട്ടം പറത്തൽ തുടരുന്നുണ്ട്. ഇത്തരം സംഭവം ശ്രദ്ധയിൽപ്പെട്ടാൽ പട്ടം പറത്തുന്നവർക്കെതിരെ 1934 എയർക്രാഫ്റ്റ് ആക്ടിലെ സെക്ഷൻ 11 പ്രകാരം നിയമ നടപടി സ്വീകരിക്കാം. 10 ലക്ഷം രൂപ പിഴയും 2 വർഷം തടവുമാണ് ശിക്ഷയെന്ന് ബന്ധപ്പെട്ട വിമാനത്താവള അധികൃതർ പറഞ്ഞു. വിമാനങ്ങൾ ഇറങ്ങുന്നതിന് മുൻപ് സുരക്ഷിത റൺവേ ഒരുക്കുന്നതിന്റെ ഭാഗമായി ഗ്രൗണ്ട് സുരക്ഷാ ഉദ്യോഗസ്ഥർ പരിശോധന നടത്താനെത്തിയിരുന്നു. ഈ സമയത്താണ് മുട്ടത്തറ പൊന്നറ പാലത്തിന് സമീപത്തെ റൺവേക്ക് മുകളിൽ 200 അടി മുകളിൽ പട്ടം പറക്കുന്നതും ശ്രദ്ധയിൽപ്പെട്ടത്. തുടർന്ന് അടിയന്തര സാഹചര്യം ഒരുക്കേണ്ടതും എന്നാവശ്യപ്പെട്ട് ഏപ്രിലിലെ ഉദ്യോഗസ്ഥർ എയർ ട്രാഫിക് കൺട്രോൾ ടവറിന് വിവരം കൈമാറി. തുടർന്ന് വിമാനത്താവളത്തിലെ അഗ്നിരക്ഷാ സേനയും സുരക്ഷാ ഉദ്യോഗസ്ഥരും എത്തി പട്ടത്തെ താഴേക്കിടാൻ പരിശ്രമിച്ചുവെങ്കിലും കഴിഞ്ഞിരുന്നില്ല. വൈകിട്ട് 6:20 പട്ടം താനെ വീണതിനു ശേഷമാണ് വിമാനങ്ങൾ ഇറങ്ങിയതും പുറപ്പെട്ടതും. തിരുവനന്തപുരം വിമാനത്താവളങ്ങളിൽ യാത്രാ വിമാനങ്ങൾക്ക് സൈനിക സ്വകാര്യ വിമാനങ്ങൾക്കും 51 അപകടങ്ങളാണ് ഇത്തരത്തിൽ പക്ഷിയിടിച്ചുണ്ടായത്. ഇത്തരം അപകടങ്ങൾ കാരണം വിമാനങ്ങൾക്ക് വലിയ കേടുപാടുകളും സാങ്കേതിക തകരാറുകളും ഉണ്ടാകുന്നുണ്ട്. ഇക്കാരണത്താൽ അപകടമുണ്ടാകുന്ന വിമാനങ്ങളുടെ കമ്പനിക്ക് കോടികളുടെ നഷ്ടമാണ് ഉണ്ടാകുന്നത്. ഇറങ്ങാനെത്തുന്ന വിമാനങ്ങളുടെ പാതയിൽ കൊണ്ടിടുന്ന അറവു മാലിന്യങ്ങളും കോഴി മാലിന്യങ്ങളും തിന്നാനെത്തുന്ന പരുന്തും കാക്കയും മൂങ്ങകളും കൊക്കുമാണ് വിമാനങ്ങൾക്ക് അപകടങ്ങൾക്ക് പുറമെ കേടുപാടുകൾ ഉണ്ടാക്കുന്നത്. ഇതുപോലെ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഇറങ്ങാനെത്തിയ എയർ ഇന്ത്യ വിമാനത്തിന്റെ എഞ്ചിനിൽ കൊക്കിടിച്ച് കയറിയിരുന്നു. ശരീരഭാഗങ്ങൾ നീക്കിയ ശേഷം വിമാനം പുറപ്പെട്ടുവെങ്കിലും എഞ്ചിനിൽ തകരാറുണ്ടായതിനെ തുടർന്ന് തിരിച്ചിറക്കി. തുടർന്ന് യാത്രക്കാരെ മറ്റൊരു വിമാനം എത്തിച്ചായിരുന്നു കയറ്റിവിട്ടത്. വിമാനത്തിന്റെ മുൻചക്രത്തിൽ വലിയ പരുന്ത് ഇടിച്ചു കയറി ബ്രേക്കിംഗ് സംവിധാനത്തിലും തകരാറുണ്ടായി. ഒമാൻ എയർവേസിന്റെ വിമാനത്തിലായിരുന്നു അപകടം. അതുപോലെ വിമാനത്താവളത്തിൽ പിടിച്ചിട്ടിരുന്നത് കാരണം വൻ നഷ്ടമാണ് കമ്പനിക്കുണ്ടായത്. ഇതുപോലെ പുറപ്പെടാൻ ഒരുങ്ങിയ വിമാനത്തിലേക്ക് മൂങ്ങ ഇടിച്ചു കയറിയാണ് എഞ്ചിന്റെ ബ്ലേഡുകൾ തകരാറിലായത്. വിമാനത്തിന്റെ മുൻഭാഗത്ത് കുരുവിടിച്ചു കയറി റഡാർ സംവിധാനം തകരാറായത് അടക്കമുള്ള നിരവധി സംഭവങ്ങളാണ് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. തകരാർ പരിഹരിക്കുന്നതിനുള്ള സ്പെയർ പാർട്സുകൾ, സാങ്കേതിക വിദഗ്ധർ എന്നിവരെ യാത്രക്കാരില്ലാതെ എത്തിക്കുക, പക്ഷിയിടി കാരണം വിമാനം വൈകുമ്പോൾ യാത്രക്കാരെ ഹോട്ടലുകളിൽ താമസിപ്പിക്കുന്നതിനും വിമാന കമ്പനികൾ കോടികളാണ് ചിലവിടുന്നത്. വിമാനപാതയിൽ പക്ഷികൾ അപകടമുണ്ടാക്കുന്നുവെന്ന് കാണിച്ച് പൈലറ്റുമാർ നേരത്തെ കൂട്ടപ്പരാതികളാണ് നൽകിയിട്ടുള്ളത്. മുട്ടത്തറയിൽ പ്ലാന്റ് സ്ഥാപിക്കുന്ന മുട്ടത്തറ മുതൽ വലിയതുറ സെന്റ് സേവിയേഴ്സ് പള്ളി വരെയുള്ള റോഡിൽ പ്രവർത്തിക്കുന്ന അറവശാലകളിലെയും മറ്റു വാർഡുകളിലെയും മാംസ മാലിന്യങ്ങൾ സംസ്കരിക്കുന്നതിന് മുട്ടത്തറയിൽ പ്ലാന്റ് സ്ഥാപിക്കുന്നു. വിമാനത്താവളത്തിനടുത്ത് 1 ഏക്കർ ഭൂമിയിൽ ഏകദേശം 3.5 കോടി രൂപ ചെലവിട്ടാണ് പ്ലാന്റ് സ്ഥാപിക്കുക. അറവശാലകളിലുള്ള മാലിന്യങ്ങൾ വിമാനപാതയിൽ കൊണ്ടിടാതിരിക്കാനാണിത് സംസ്കരണ പ്ലാന്റ് സ്ഥാപിക്കുന്നത് എന്നുള്ള വാർത്തകളും പുറത്തു വന്നിരുന്നു. ഏതായാലും ഇതിന്റെ നടപടികളൊക്കെ തന്നെ വേഗത്തിൽ നടത്തുമെന്നായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട അധികൃതരടക്കം അറിയിച്ചിട്ടുണ്ടായിരുന്നത്. അദാനി കമ്പനിയുടെ കോർപ്പറേറ്റ് എൻവയോൺമെന്റൽ റെസ്പോൺസിബിലിറ്റി ഫണ്ടിൽ നിന്നും 1 കോടി രൂപയും കരാറെടുക്കുന്ന കമ്പനിയുടെ വിഹിതവും ചേർത്തുള്ള 3.5 കോടി രൂപയ്ക്കാണ് പ്ലാന്റ് നിർമ്മിക്കാൻ പോകുന്നത് എന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു. ഏതായാലും ഈ ഒരു മാലിന്യങ്ങളൊക്കെ തന്നെ ഈ ഒരു പരിസരത്ത് കൂടുതലായിട്ട് ഉള്ളതുകൊണ്ടാണ് ഇത്തരത്തിൽ പക്ഷികൾ താഴേക്ക് ഇറങ്ങി വരുന്നതും ഈ ഒരു വിമാനപാതയിൽ പറക്കുന്നതും. ഇത് വലിയ വിമാന അപകട സാധ്യതകൾ മുൻനിർത്തി കണ്ട് ഒരു നീക്കം വേണമെന്ന് കേന്ദ്രത്തോട് ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അല്ലെങ്കിൽ വലിയ അപകടം ഉണ്ടായതിനു ശേഷം പ്രതികരിച്ചുകൊണ്ടോ അല്ലെങ്കിൽ അതിനുശേഷം ഇതിനു വേണ്ടിയിട്ട് ഒരു ബദൽ മാർഗം ഉണ്ടായതുകൊണ്ടോ കാര്യമില്ല. ഇതിന് മുൻകൂട്ടി കണ്ടുകൊണ്ടുള്ള ഒരു നീക്കമാണ് വേണ്ടത്. അല്ലെങ്കിൽ വലിയ അപകടങ്ങൾ നമ്മുടെ നാട്ടിലും സംഭവിക്കാനുള്ള എല്ലാ സാധ്യതയും മുൻപിലുണ്ട്.